ഒരു ജീവിതം തന്നെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. സ്വന്തം കുടുംബത്തിലെ ഒരു തുണ്ട് ഭൂമി പണയം വെക്കാനും കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി ഒരു തുണ്ട് ഭൂമി ഈട് വെച്ച് ലോൺ എടുക്കാനോ കഴിയാത്ത ഒരവസ്ഥ. നിങ്ങളുടെ ഒരു കാരണവശാലും ഒരു കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ നമ്മുടെ സംഘടന അനുവദിക്കില്ല. കാരണം നിങ്ങളെ ന്യായമായി ഈ മുനമ്പത്തെ നിവാസികൾ ന്യായമായി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിലാണ്. ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനത്തും ഇന്ത്യയിലെ ഏത് പൗരനും ചെയ്യുന്ന ന്യായമായ രീതിയിൽ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിലാണ് നിങ്ങളിപ്പോൾ വസിക്കുന്നത്. ആ ഭൂമി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരമാണ്. ഈ സമരം തീർച്ചയായിട്ടും നമ്മുടെ എറണാകുളം ജില്ല മാത്രമല്ല, കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യം തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സമരമാണ്. കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്യാധീനപ്പെട്ട ഭൂമിയിലല്ല, അല്ലെങ്കിൽ ഒരു കയ്യേറ്റ ഭൂമിയിലല്ല നിങ്ങൾ വസിക്കുന്നത്. 2007 ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള ഒരു ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ ഭൂമി ഒന്നുകിൽ രാജാവിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ അത് കാട് പ്രദേശമായിരിക്കും. നമ്മൾ പരിശോധിച്ചാൽ മതി, ചരിത്രം പരിശോധിച്ചാൽ മതി. അപ്പോൾ ആ ഭൂമിയൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് അത് ദേവസ്വത്തിനും അല്ലെങ്കിൽ അത് പണ്ടത്തെ നാട്ടുരാജാക്കന്മാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ കേരള സംസ്ഥാനത്ത് ഒരാൾക്കും ഒരു തുണ്ട് ഭൂമി ഇപ്പോൾ നിലവിലുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഒരു നിയമം മാറ്റി എഴുതേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഭാഗത്ത് നല്ലൊരു നീക്കമുണ്ടായത്, നിങ്ങൾക്ക് താമസിക്കുന്ന ഭൂമിയിൽ നികുതി അടക്കാം എന്നുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടായി. നിർഭാഗ്യവശാൽ ഹൈക്കോടതി തന്നെ അത് സ്റ്റേ ചെയ്യാണ് ഉണ്ടായത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സമരത്തെ നമ്മൾ കാണുന്നത്. സമരത്തെ എല്ലാവിധ ഐക്യദാർഢ്യവും, അതോടൊപ്പം ഈ സമരം വിജയം കാണുന്നത് വരെ, നിങ്ങളുടെ ഈ സമരം വിജയം കാണുന്നവരെ എറണാകുളം പൊതുസമൂഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ സമരം ഇവിടെ അവസാനിപ്പിക്കരുത്. ഈ സമരം നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളൊരു സമരമാണ്. അതിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതൊരു ഈ ഐക്യദാർഢ്യ സമരം ഇവിടെ നമ്മുടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഐക്യദാർഢ്യ ഒരു സൂചന മാത്രമാണ്. ഭാവിയിൽ ഈ സമരത്തിൻ്റെ എല്ലാവിധ മുൻപന്തിയിലും തീർച്ചയായിട്ടും മെട്രാക്കും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.